ഹായ് സുഹൃത്തുക്കളെ, പെട്ടെന്ന് നമ്മുടെ കറണ്ട് ബില്ല് വർദ്ധിച്ചു വന്നതായി കണ്ടാൽ നമ്മൾ പരിശോധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ. നമ്മൾ ഇതുപോലെ ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ എർത്ത് ലീക്കേജ് ഉണ്ടോ, ഭൂമിയിലേക്ക് നമ്മുടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി ഇതുപോലെ ടെസ്റ്റർ എടുത്ത് സോക്കറ്റിൻ്റെ മുകൾ വശത്തുള്ള ദ്വാരത്തിൽ നമ്മൾ ടെസ്റ്റർ നോക്കുക. അപ്പോൾ ടെസ്റ്ററിൻ്റെ ലാമ്പ് കത്തുന്നുണ്ട് എങ്കിൽ അത് എർത്ത് ലീക്കേജ് എന്ന് മനസ്സിലാക്കാം. ഇനി എർത്ത് ലീക്കേജ് എവിടെ നിന്നാണെന്ന് നമ്മൾ പരിശോധിക്കാൻ തുടങ്ങാം. വൈദ്യുതി വളരെ അപകടം പിടിച്ചതായതിനാൽ ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായം തേടുന്നതാവും ഇതുപോലെയുള്ള പരിശോധനയ്ക്ക് ഏറ്റവും നല്ലത്. ഏതായാലും അതിൻ്റെ കാരണം, എർത്ത് ലീക്കേജ് ഉണ്ടാവാനുള്ള ഒരു കാരണം കൂടി മനസ്സിലാക്കി തരാം. ഇതുപോലെ നമ്മുടെ മെയിൻ സ്വിച്ച് ഇപ്പോൾ സാധാരണയായി വീടിൻ്റെ പുറത്താണ് സ്ഥാപിക്കാൻ, മീറ്റർ ബോർഡോടൊപ്പം ആണ് സാധാരണ ഇപ്പോൾ ചെയ്തു വരുന്നത്. ഈ ഭാഗത്ത് ലീക്കേജ് ഉണ്ടോ എന്ന് നോക്കുക, ടെസ്റ്റർ വെച്ച് നോക്കുക. മെയിൻ സ്വിച്ചിൻ്റെ ഈ ഭാഗത്ത്, അതുപോലെ ഈ ബോഡിയിലൊക്കെ ലീക്കേജ് ഉണ്ടോ. ടെസ്റ്റർ കത്തുന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഫീസ്, മീറ്ററിൻ്റെ നേരെ താഴെയുള്ള ഫീസ് അയച്ചു മാറ്റണം. എന്നതിന് ശേഷം മെയിൻ സ്വിച്ചിൻ്റെ ആ പിടി താഴ്ത്തി വെച്ചിട്ട് മെയിൻ സ്വിച്ചിൻ്റെ നെറ്റ് അയച്ചു മാറ്റുക. അയച്ചു മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗത്ത്, മെയിൻ സ്വിച്ചിൻ്റെ ഈ ഭാഗത്ത് ഒരു വുഡ് പോലെയുള്ള ഭാഗമുണ്ട്. അത് കത്തിപ്പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ബോഡിയിലേക്ക് കറണ്ട് പാസ് ചെയ്യും. അങ്ങനെ കറണ്ട് പാസ് ചെയ്ത് ബോഡിയിലൂടെ എർത്തിലേക്ക് മറിയും ചെയ്യും. ബോഡിയിലേക്ക്, മെയിൻ സ്വിച്ചിൻ്റെ ബോഡിയിൽ നിന്നും എർത്ത് കമ്പിയിലേക്ക് കൊടുത്ത വയറാണിത്. അങ്ങനെ എർത്തിലേക്ക്, ഭൂമിയിലേക്ക് കറണ്ട് പാസ് ചെയ്യുകയും ചെയ്യും. ഇതിലൂടെ, എർത്ത് കമ്പിയിലൂടെ ഭൂമിയിലേക്ക് കറണ്ട് പാസ് ചെയ്യും. പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് മീറ്റർ വർക്ക് ചെയ്യുകയും റീഡിങ് കൂടുതൽ കാണിക്കുകയും അതനുസരിച്ച് നമുക്ക് കൂടുതൽ റീഡിങ് വരികയും ബില്ല് വരികയും ചെയ്യുന്നതാണ്. കറണ്ട് ബില്ല് കൂടുന്നതിനുള്ള പല കാരണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത്. ഒരുപാട് കാരണങ്ങൾ ഇനിയുമുണ്ട്. തുടർന്നുള്ള വീഡിയോകൾ അത് കാണാം. വീഡിയോ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.